ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് 0 രൂപയിൽ നിന്ന് 1,00,000 രൂപ വരെ ജോബിൽ ചെയ്ത് നമ്മൾ സമ്പാദിക്കാം. ഇപ്പോൾ എനിക്ക് കാറില്ല, വണ്ടികളൊന്നുമില്ല, ഇതുപോലത്തെ ഒരു സ്കൂട്ടി മാത്രം. അത് വെച്ച് നമ്മളൊരു ബിസിനസ്സിൽ ഒരു ജോബ് ചെയ്ത് നമ്മൾ ലക്ഷപ്രഭുവാവുകയും ചെയ്യും, ഒരു ലക്ഷറി കാറ് വാങ്ങുകയും ചെയ്യും. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പം നമുക്ക് ഞാൻ എന്ത് ജോലി ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മുമ്പ് ഒരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അപ്പം ആ ജോലി നമ്മൾ എടുത്തിരിക്കുന്നു. ആ ജോലി ചെയ്യാൻ പോകുന്ന നമ്മുടെ വാനിലാണ്, ഈ കാണുന്ന വാനിലാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഒരു മാസം ചെയ്യുമ്പോഴാണ് നമുക്ക് 1,00,000 രൂപ വരെ കിട്ടുന്നത്. അപ്പോൾ നമ്മളിന്ന് 4 പേർക്കാണ് നമ്മളിന്ന് കൊടുക്കേണ്ടത്. കുറേ ദൂരങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ 4 പേർക്കാണ് ആകെ കൊടുക്കാനുള്ളത് ഇന്ന്. ഇപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നൈസായി ഇപ്പം നമുക്ക് 4ാമത്തെ ഒരാൾക്ക് കൊടുക്കാൻ പോകാം. അപ്പം അത് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്, എല്ലാം അടുത്തൊക്കെ തന്നെയാണ്. ബട്ട് നമുക്ക് ട്രാഫിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പം നമുക്ക് എന്തായാലും നിങ്ങൾക്ക് സ്പീഡ് തന്നെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 1ാമത്തെ ആൾ ഇവിടെയാണ് ഇപ്പോൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയം 1ാമത്തെ ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് നമുക്ക് എന്തായാലും ഫുഡ് ഡെലിവറി ചെയ്യാം. ഫുഡല്ലേ, സോറി നമ്മളെ വേറെ എന്തോ ഡെലിവറി ചെയ്യേണ്ട എന്തോ പാക്കേജ് എന്തോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അയാളെ കയ്യിൽ കൊണ്ടുകൊടുക്കാം. അപ്പോൾ അയാളെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് അയാളെ കയ്യിൽ കൊണ്ടുകൊടുക്കാം. അപ്പോൾ നമ്മളെ 1ാമത്തേത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 കൂടി അല്ലേ നമുക്ക് ഒരു മാസം തന്നെ ചെയ്യണം. ബട്ട് ഞാൻ നിങ്ങളെ വീഡിയോയിൽ എന്തടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ഒരു ദിവസത്തെ മാത്രം കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാർ എടുക്കുന്നത് ഞാൻ കാണിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോഴത്തേക്കും നമുക്ക് 2ാമത്തെ ആൾ കൊടുക്കാം. നമ്മൾ 2ാമത്തെ ആളും ഇവിടെ അടുത്തെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. നമുക്ക് അയാൾക്കൂടെ കൊടുക്കാം. അപ്പം നമ്മൾ അയാൾക്കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡല്ലേ, സോറി നമ്മളെ പാക്കേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തെറ്റുന്നതാണ് ഇടയ്ക്ക്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം നമുക്കിനി 3ാമത്തെ ആളാണ്. നമ്മളെ 2 രൂപ കൊടുത്തു, ഇനി 3 പേർക്ക് കൂടിയുള്ളൂ. അപ്പം നമ്മളെ ഇവിടെയൊക്കെയാണ് മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ ആളെ നമ്മൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി തെറ്റിപ്പോയി നമ്മളെ പിറകിലോട്ടാണ്. അപ്പം അങ്ങോട്ട് പോയിട്ട് വണ്ടി തിരിച്ച് പോയിട്ട് അയാൾക്കും കൂടെ പാക്കേജ് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ അയാൾക്കും കൊടുത്തിട്ടുണ്ട്, അയാളെ കയ്യിൽ നമ്മൾ കൊടുത്തില്ല. അപ്പോൾ നമ്മളിപ്പം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അയാളെ കയ്യിലേക്ക് ഇരിക്കുന്ന സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 4ാമത്തെ ആള്, അതായത് നമ്മൾ അവസാനത്തെ ആളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടി നമ്മൾ കഴിയും. അപ്പം അയാൾക്ക് നമ്മൾ അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അയാൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം കാണാം ഗൈസ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ അയാൾക്കൂടെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പം നമ്മളെ വീടെന്നുള്ള ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മളിനി പൈസ കൊണ്ട് ഡ്രസ്സും ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുത്ത് നമുക്കിനി ഷോറൂമിനോട് പോകാം. ഷോറൂം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പം ഞാൻ പണ്ട് പോലെ ഈ ഷോറൂം നമുക്ക് നോക്കും എന്നും കാണുകയും തന്നെ. അപ്പം ലക്ഷറി കാറൊന്നുമില്ല, നമുക്ക് നമ്മളെ 1,00,000 രൂപയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള കാറുകളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അതിലൂടെ ഒരു കാർ എന്തായാലും എടുക്കാം. അപ്പോഴത്തേക്കും എനിക്ക് എല്ലാ കാറുകളും ഇഷ്ടപ്പെടും മിക്കവാറും. പക്ഷേ ഒന്നെടുക്കാനുള്ള പൈസ നമ്മളെ നഷ്ടം കമ്പനിക്കൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്കൊരു വണ്ടി ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് ഞാൻ അകത്ത് വിട്ട് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി നമ്മളെ ഹോണ്ട സിറ്റിയാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ പേര് ഹോണ്ട സിറ്റി എന്നും കൂടി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഊഹം വെച്ച് കണ്ട് പറയണേ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിയും ചെറുതായി ഇഷ്ടപ്പെട്ടു. അടുത്ത് കാണിക്കുന്ന വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കറണ്ടിൽ എടുത്തിട്ടുള്ള ഈ വണ്ടിയാണ്. ഇത് 3 വണ്ടികളെ ഉള്ളൂ. നമ്മൾ ഇതിലുള്ള ഒരു വണ്ടിയായ നമ്മളെ ഹോണ്ട സിറ്റി വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ 5 വർഷം മുമ്പ് എന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ ഞാൻ വലിയ റിച്ചായി ഗൈസ്. ഇതെൻ്റെ സ്വന്തം വീടാണ്. എൻ്റെ 100 കണക്കിന് വീടുകളിലുള്ളതിൽ ഒരു വീട് മാത്രമാണ് ഗൈസ്. അത്രയ്ക്ക് ഞാൻ റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീടൊക്കെ ഞാൻ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉറപ്പായിട്ടും ഹോം ടൂർ കാണിക്കുന്നതാണ് ഗൈസ്. ഇതെൻ്റെ സ്വന്തം വീടാണ്. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് എനിക്ക് പണ്ട് TV പോലും ഇല്ല. ഇപ്പോൾ TV കൊണ്ട് അത്രയ്ക്ക് ഞാൻ റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതൊക്കെയാണ് നമ്മളെ വണ്ടികൾ. അപ്പോൾ ഇതിൻ്റെ കൂടുതലുണ്ട് എല്ലാ വണ്ടികളും. എൻ്റെ പഴയ വീട് എന്നാൽ ഇതെൻ്റെ പുതിയ വീടാണ്, ഇപ്പോഴത്തെ വീട്. എന്നാൽ ഞാൻ ഓരോ സ്ഥലത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഇവിടേക്ക്. നമ്മളെ ഫസ്റ്റ് എടുത്ത് 5 വർഷം എടുത്ത് നമ്മളെ ഹോണ്ട സിറ്റി ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇവിടെ തന്നെ അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ആർക്കും കൊടുക്കുകയില്ല. അതിൻ്റെ ഓർമ്മകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടാണ് എൻ്റെ ഡെലിവറി ബോയ് എന്ന എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. എൻ്റെ ഡെലിവറി ചെയ്താണ് ഞാൻ തുടക്കമായത്. അപ്പം അത് എവിടെ പോയി? അപ്പോൾ ഗൈസ് ഞാൻ അതൊക്കെ നിർത്തി. ബട്ട് ഇപ്പോൾ അത് ഞാനാണ് ഗൈസ് നടത്തുന്നത്. എൻ്റെ കീഴിലാണ് ഇപ്പോൾ ബാക്കിയുള്ളൊരു ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്തപോലെ എൻ്റെ കീഴിൽ ഇപ്പോൾ ബാക്കിയുള്ളൊരു ജോലി ചെയ്യണം. ഇതാണ് ഗൈസ് നമ്മുടെ കഥ 1ാം ഭാഗം.